മോഡലും നടിയുമായ കമ്മട്ടിപ്പാടത്തിലെ ദുൽഖർ സൽമാൻ്റെ നായികയായി അഭിനയിച്ച ഷോൺ റോമി എന്ന ഈ സുന്ദരിക്കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. കമ്മട്ടിപ്പാടം സിനിമയിൽ അനിതി എന്ന കഥാപാത്രമായി എത്തിയ ഏറെ ശ്രദ്ധ നേടിയ താരമായിരുന്നു ഷോൺ റോമി. പിന്നീട് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, ലൂസിഫർ, രജനി എന്നിവയാണ് ഷോൺ റോമി അഭിനയിച്ച പ്രധാന സിനിമകൾ. ഷോൺ റോമിയുടെ ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ എന്ന അവസ്ഥയാണ് നടിയുടെ ജീവിതം വളരെയധികം സങ്കടകരമാക്കി തീർത്തിരിക്കുന്നത്. തലമുടി പോലും കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും എടുക്കേണ്ടി വന്നു. ഒരുപാട് നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചില കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ ബെസ്റ്റിയുമായി ഒത്തുചേർന്നു. ദൈവമാണ് അവളെ എന്നിലേക്ക് എത്തിച്ചതെന്ന് ഷോൺ റോമി പറഞ്ഞു. അവളാണ് ധൈര്യം വിടരുതെന്ന് പറഞ്ഞത്. കൊഴിഞ്ഞ തലമുടികൾ 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് അവൾ പറഞ്ഞു. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എല്ലാ മാസവും 2 ആഴ്ച കൂടുമ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. വർക്കൗട്ട് ചെയ്യാനോ കഠിനമായി വേറെ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ഒരുപാട് ഭയന്നു. ശക്തമായി എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ആർത്തവം ആരംഭിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ വേഗത പോലും കുറഞ്ഞുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം പവിത്രവും ശക്തവുമായിരുന്നു 2024. ദുരിതപൂർണമായ ഈ രോഗകാലത്ത് ഗോവയിലാണ് ഷോൺ റോമി താമസിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിൻ്റെ വർഷമായിരുന്നു 2024 എന്ന് ഷോൺ റോമി പറഞ്ഞു. കൈവിട്ടു പോയ ജീവിതം ഷോൺ റോമിക്ക് തിരികെ ലഭിക്കട്ടെ എന്നും കൈനിറയെ അവസരങ്ങളുടെ പറുദീസ തുറക്കട്ടെ എന്നും സർവോപരി രോഗവിമുക്തി ലഭിക്കട്ടെ എന്നും GPS മീഡിയ ആത്മാർത്ഥമായും ആശംസിക്കുന്നു.